അധ്യായം 1. ലോട്ടസ് ക്ലബ്ബ് നടത്തുന്ന ടോക്ക് ഷോയ്ക്ക് ഒരു ജഡ്ജിയായിരിക്കാൻ എന്നെ സമീപിച്ചത് പുതിയ സെക്രട്ടറി വെങ്കിടാചലമായിരുന്നു. സ്വാമിയോടുള്ള പല കടപ്പാടുകളും ഓർത്തപ്പോൾ ആ ക്ഷണം നിരസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മുട്ടുവരുമ്പോൾ 10 100 മറിക്കാൻ ഈ ടൗണിൽ ഒരാളെ എനിക്കുള്ളൂ, വെങ്കിടാചലം. പട്ടികളെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടെന്നും ആ ജന്തുവിനെ എനിക്ക് ഭയമാണെന്നും പറഞ്ഞ് ഞാൻ ഒഴിയാൻ നോക്കി. അതൊന്നും സാരമില്ലെന്നായിരുന്നു സ്വാമിയുടെ മറുപടി. വെങ്കിടാചലം പോയി 2 ദിവസത്തിനകം ഡോഗ് ഷോയുടെ അച്ചടിച്ച നോട്ടീസ് കിട്ടി. 1-ാം ജഡ്ജി ഞാൻ, പിന്നെ ഒരു മൃഗഡോക്ടർ, ഒരു സ്ത്രീയുമുണ്ട്. നാട്ടിൽ നിലയും വിലയുമുള്ളവർ ചീട്ടുകളിക്കാനും മദ്യപിച്ചുല്ലസിക്കാനും പോകുന്ന സ്ഥലമാണ് ലോട്ടസ് ക്ലബ്ബ്. അവധി ദിവസങ്ങളിൽ അംഗങ്ങൾക്കായി തമ്പോല, ബേബി ഷോ, രക്തദാനം തുടങ്ങിയ വിനോദങ്ങളും അവിടെ നടക്കാറുള്ളതായി കേട്ടിട്ടുണ്ട്. കൂടാതെ അംഗങ്ങളിൽ നിന്ന് പണം പിരിച്ച് ബസ് സ്റ്റോപ്പിൽ വെയിറ്റിംഗ് ഷെഡുകൾ പണിതിരുന്നു. വർഷകാലത്ത് റിക്ഷാക്കാർക്ക് മഴക്കോട്ട് വാങ്ങിക്കൊടുത്തിരുന്നു. നോട്ടീസ് കിട്ടിയ ഉടൻ ഞാൻ മുനിസിപ്പാലിറ്റി വക വായനശാലയിൽ പോയി പട്ടികളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ തിരക്കി. പേപ്പട്ടി വിഷത്തിനായി ഹോമിയോ ചികിത്സ വിവരിക്കുന്ന ഒരു ഗ്രന്ഥം കിട്ടി. പിന്നെ തിരുമല നായ്ക്കൻ്റെ യജമാന സ്നേഹമുള്ള നായയെപ്പറ്റി ഒരു ഖണ്ഡകാവ്യം, റാണിയുടെ പട്ടി എന്ന ഒരു കഥാപുസ്തകവും. ഇതുകൊണ്ടൊന്നും പട്ടികൾക്ക് മാർക്കിടാനുള്ള അറിവ് കിട്ടില്ല. ഞായറാഴ്ചയാണ് പരിപാടി. ഇതൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. ലാസ്റ്റ് ബസ്സിനാണ് ഞാൻ വന്നത്. സമയം 9:30 കഴിഞ്ഞ് കാണും. ആദ്യത്തെ ഷോ സിനിമ കഴിഞ്ഞ് ടൗണിലെ തിരക്കൊക്കെ തീർന്നിരിക്കുന്നു. 2 3 ഹോട്ടലുകൾ ലോറിക്കാർക്ക് വേണ്ടി തുറന്നിരിപ്പുണ്ട്. സ്റ്റാൻഡിൽ നിന്ന് എൻ്റെ വാടക വീട്ടിലേക്ക് ഒരു എളുപ്പ വഴിയുണ്ട്. മൈതാനം ക്രോസ് ചെയ്ത് മൃഗാശുപത്രിയുടെ മുന്നിലൂടെ കയറി ഒരു 4 ഫർലോങ് നടന്നാൽ മതി. മൈതാനത്തിൻ്റെ നടുക്കെത്തിയപ്പോൾ എനിക്ക് തോന്നി ആരോ പിന്നിലുണ്ടെന്ന്. ഞാൻ തിരിഞ്ഞു നോക്കി. ഒരു നായ. നിലാവെളിച്ചത്തിൽ എനിക്കതിനെ ശരിക്കും കാണാമായിരുന്നു. കറുത്ത നിറം, വാലിൽ വെളുത്ത ഒരു ചുട്ടിയുണ്ട്, ഒതുങ്ങിയ ശരീരം, കഴുത്തിൽ വാറില്ല, നൂൽബന്ധവുമില്ല. പട്ടിപിടുത്തം മുറയ്ക്ക് നടക്കുന്ന ടൗണാണിത്. കഴുത്തിൽ വാറില്ലാതെ ഒരു പട്ടിയെ മരുന്നിന് കിട്ടില്ല. ഏതായാലും പേപ്പട്ടിയല്ല.